വാതരോഗികളിൽ പ്രമേഹം അൺകൺട്രോൾഡ് ആയിട്ട് പോയി അല്ലെങ്കിൽ ഷുഗർ കണ്ടമാനം കൂടി നിന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന്, ഈ ഷുഗറിന് ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കാത്തതുകൊണ്ട് വാതരോഗം കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. രണ്ട്, വാതരോഗികൾക്ക് അല്ലെങ്കിൽ തന്നെ ഇമ്മ്യൂൺ സപ്രസീവ് മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ റിസ്ക് കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഷുഗർ ഉള്ളവർക്ക് അത് വളരെ കൂടുതൽ വരും. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുന്നു. ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും മരുന്ന് നിർത്തേണ്ടി വരുന്നു. മരുന്ന് നിർത്തുമ്പോൾ അസുഖത്തിൻ്റെ തീവ്രത കൂടുന്നു. മൂന്നാമത്തത്, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുന്നു. നമുക്ക് വാതരോഗികൾ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് 2-3 മടങ്ങാൻ നമുക്കറിയാം. അതിൻ്റെ കൂടെ ഡയബറ്റീസ് കൂടി വരുമ്പോൾ അത് വളരെ കൂടുതലാകുന്നു. നാലാമത്തത്, നമ്മുടെ സന്ധികൾക്ക് വഴക്കുറവുണ്ടാകുന്നു, സന്ധികളിൽ ഡാമേജ് ഉണ്ടാകുന്നു, അതിനുള്ള ചാൻസും കൂടുന്നു. അപ്പോൾ വാതരോഗികൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ഷുഗർ കൺട്രോൾ ചെയ്താൽ ഇതെല്ലാം കുറയ്ക്കാൻ പറ്റും. ഒന്ന്, വാതരോഗം കൺട്രോളാകും. രണ്ട്, അതുകൊണ്ടുള്ള ഇൻഫെക്ഷൻ കുറയും. മൂന്ന്, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയും. അതുപോലെ ജോയിൻസ് ഉണ്ടാകുന്ന ഡാമേജും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഷുഗർ ഉണ്ടോ എന്നുള്ളത് റെഗുലർ ഇൻ്റർവെല്ലിൽ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഒരു 3 മാസത്തിലോ 6 മാസത്തിലോ അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് RBS, സാധാരണ രക്തപരിശോധന GRBS ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും 3 മുതൽ 6 മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് വിട്ട് ചെക്ക് ചെയ്യുമ്പോൾ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. HbA1c നിങ്ങളുടെ 2 മുതൽ 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് അളവ് എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. അതിൽ 6 താഴെയാണെങ്കിൽ വളരെ നല്ലതാണ്. 7 മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡയബറ്റീസ് ഉണ്ട്. 6.5, 7 ആ കട്ട് ഓഫാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. 7 മുകളിലാണ് ഡെഫിനറ്റ്ലി ഷുഗറുണ്ട്. അപ്പം 6-നും 6.5-ക്കും ഇടയ്ക്കാണെങ്കിൽ പ്രീ ഡയബറ്റീസ് എന്ന് പറയും. ഈ പ്രീ ഡയബറ്റീസ് ഉള്ളവർ അതിനനുസരിച്ച് ആഹാരത്തിൽ ക്രമം വരുത്തി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. 7-ന് മുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2-3 വാല്യൂസ് 2-3 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും 6.5, 7-ന് മുകളിലാണെങ്കിൽ പലപ്പോഴും അത് മരുന്ന് കഴിച്ച് തന്നെ കൺട്രോൾ ചെയ്യേണ്ടിയും വരാം.